ബിഗ് ബോസ് സീസൺ 6 ആരംഭിച്ചു. ഞാൻ എല്ലാ ദിവസവും എപ്പിസോഡിന്റെ റിവ്യൂ ലൈവായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ ലൈവ് സെക്ഷൻ നോക്കിയാൽ അതിനകത്ത് എല്ലാ ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാത്ത ആളുകളുണ്ട്, കാണാവുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ആരംഭിച്ചു. 19 മത്സരാർത്ഥികളുണ്ട്. അതിനകത്ത് വളരെ പ്രമുഖമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളെ ഒന്നുണ്ട്. സിജോ ഉണ്ട്, രതീഷ് ഉണ്ട്, ജാസ്മിൻ ജാഫർ ഉണ്ട്, റോക്കി ഉണ്ട്. അതോ ഇത്ര ആളുകളെയാണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഡെയിലി കാണുന്ന ആളുകൾ. ഇന്നലെ ആകുമ്പോൾ നമ്മുടെ സുരേഷ് ഏട്ടൻ, പുള്ളിക്കാരൻ ബ്രഹ്മദത്തിലെ ആക്ടറാണ്. അദ്ദേഹം കുറച്ച് ആക്റ്റീവായിട്ട് വന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലെ ജയന്തി എന്ന് പറയുന്ന അപ്സര കുറച്ച് ആക്റ്റീവായിട്ട് വന്നു. ഇവരൊക്കെയാണ് മെയിനായിട്ട് ആക്റ്റീവായിട്ട് ആ ഹൗസിനെ ഒന്ന് ഉണർത്തി നിൽക്കുന്നവർ. പിന്നെ കുറെ പേര്, ഇപ്പൊ ശരണ്യ ആനന്ദ് എന്തോ ഇന്നലെ വേണമെങ്കിൽ സംസാരിച്ചുണ്ട്. അത് ശ്രീതു ഇതുവരെ മൗനവ്രതത്തിലാണ്. കോമണൈസ് ആയിട്ട് വന്നതിൽ നിഷാന എന്തോ സംസാരിക്കുന്നുണ്ട്. മറ്റേ പെൺകുട്ടി ഒന്നും തുറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ രതീഷ് ബ്രോയാണ്. രതീഷ് അണ്ണനാണ് മെയിൻ ആയിട്ട് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരൻ വന്ന ദിവസം പാട്ട് പാടിക്കൊണ്ട് കയറി വന്നു. ആദ്യത്തെ ദിവസത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സിജോയും റോക്കിയും തമ്മിൽ ഒരുമിച്ച് കളിക്കുന്നത്, ഒത്തുകളി വിവാദം ജാസ്മിൻ കണ്ടെത്തിയതും അതിൽ ഈ രതീഷ് ഏട്ടൻ കയറി ഇടപെടുന്നതുമായിരുന്നു ആദ്യത്തെ ദിവസത്തെ കണ്ടന്റ്. രണ്ടാമത്തെ ദിവസത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ഒരു കണ്ടന്റും ഉണ്ടായില്ല. ഈ രതീഷ് ഏട്ടൻ എല്ലാവരോടും കയറി ഉടക്കുന്നതായിരുന്നു രണ്ടാമത്തെ ദിവസത്തെ കണ്ടന്റ്. മൂന്നാമത്തെ ദിവസത്തെ കണ്ടന്റ്, ഇന്നലത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ദിവസത്തെ കണ്ടന്റിൽ പുള്ളിക്കാരനെ വന്നൊന്ന് ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ചുമ്മാ ഒരു വിഷയം ഉണ്ടാക്കി. അതിന് കർമ്മ പോലെ ഇന്നലെ തിരിച്ചു കിട്ടി. ഇന്നലെ സുരേഷ് ചേട്ടനെ രതീഷ് ചേട്ടൻ വന്ന് കെട്ടിപ്പിടിച്ചത് സുരേഷ് ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് അത് ബാഡ് ടച്ച് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി. അതിന്റെ പേരിൽ രതീഷ് ചേട്ടൻ പിണങ്ങി പോകുന്ന പോലെ ഒരു ഡ്രാമയൊക്കെ കാണിച്ച് പെട്ടിക്കൊണ്ട് വാതിലിൽ പോയി. അവരാരും മൈൻഡ് ചെയ്തില്ല, മത്സരാർത്ഥികളും മൈൻഡ് ചെയ്തില്ല, ബിഗ് ബോസ് മൈൻഡ് ചെയ്തില്ല, ആരും മൈൻഡ് ചെയ്തില്ല. ഇന്നിനിപ്പോൾ പുതിയ പ്രമോ വന്നിട്ടുണ്ട്. അവിടെ പുതിയതായിട്ട് ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഹിന്ദിയിലൊക്കെ ഉള്ള മലയാളത്തിൽ ആദ്യമായിട്ട് പവർ റൂം വന്നിട്ടുണ്ട്. ഈ പവർ റൂമിലെ മത്സരാർത്ഥികൾക്ക് ഇവർ മറ്റ് മത്സരാർത്ഥികളെ കൊണ്ട്, മറ്റ് ടീമംഗങ്ങളെ കൊണ്ട് എന്ത് വേണേലും ചെയ്യിക്കാം. ആ ഒരു പവറൊക്കെ ഉണ്ട്. അവർ ഇത്രയും അതൊന്നും യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. ആ പവർ ഇന്ന് യൂസ് ചെയ്ത് രതീഷ് ഇവരെ എല്ലാം ചൊറിയുന്നുണ്ട്, നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ആ ചൊറിച്ചിലുമുണ്ട് ഇയാൾക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ഇയാൾ ഈ പണി ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇവരെയൊക്കെ ചൊറിയണം, ഇവരെയൊക്കെ പ്രവോക്ക് ചെയ്യണം, ഇവരെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണം. ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇവർ തിരിച്ച് എന്നോട് പ്രതികരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെടുമ്പോൾ ഞാനാവും രാജാവ്, ഒരേ ഒരു രാജാവ്. ആ ഒരേ ഒരു രാജാവാകാൻ വേണ്ടി രതീഷ് ഏട്ടൻ നന്നായിട്ട് കളിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തെ എല്ലാവരും കൂടെ കയറ്റി ഒറ്റപ്പെടുത്തി പവർ ടീമുകാർ ഒറ്റയ്ക്ക് പുറത്തൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. സിമ്പതി വർക്കൗട്ട് ആവും. ഇത് സീസൺ 1 ഏറ്റവും കൂടുതൽ ബഹളം വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിച്ച് സാബുമോൻ സംസാരിച്ചിട്ടുണ്ട്. സീസൺ 2 രജികുമാർ എടുത്ത സ്ട്രാറ്റജി ഉണ്ട്. സീസൺ 3 ഫിറോസ് ഖാൻ എടുത്ത സ്ട്രാറ്റജി ഉണ്ട്. സീസൺ 4 നമ്മുടെ ഡോക്ടർ റൂബിൻ എടുത്തിട്ടുണ്ട്. സീസൺ 5 അഖിൽമാരാവ് എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ എടുത്തതിൽ നിന്ന് ഓരോ പോർഷൻസ് എടുത്തിട്ടാണ് രതീഷ് ബ്രോ ഇപ്പൊ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പുള്ളിക്കാരൻ അത് വളരെ കൃത്യമായിട്ട് അവിടെ കാണിച്ച്, ഇതൊന്നും കൂടുതൽ മത്സരാർത്ഥിക്ക് മനസ്സിലാവുന്നില്ല. അവർ മനസ്സിലാക്കുന്നുണ്ട് ഇയാൾ കണ്ടന്റിന് വേണ്ടി ചെയ്യുകയാണ്, ക്യാമറ അറ്റൻഷന് വേണ്ടി ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടും അവർ ആ കെണിയിൽ വീഴുകയാണ്. വീണിട്ട് വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരനെ തിരിച്ച് പറയുന്നുണ്ട്, പുള്ളിക്കാരനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒറ്റപ്പെടൽ സാധാരണ പ്രേക്ഷകർക്ക് അദ്ദേഹത്തോടുള്ള സിമ്പതി വർക്കൗട്ട് ആവുകയും അദ്ദേഹം ഒരേ ഒരു രാജാവുകയും ചെയ്യും. നാളെ മുതൽ ഒരേ ഒരു രാജാവ് രതീഷ് എന്ന് പറഞ്ഞിട്ട് ട്രോളുകൾ ഇറങ്ങും, പോസ്റ്റുകൾ ഇറങ്ങും, വീഡിയോ ഇറങ്ങും. ഇപ്പൊ രതീഷ് ഒരേ ഒരു രാജാവാകുന്നു. പിന്നെ അതുപോലെ തന്നെ സിജോ ആണ് അടുത്തൊരു പ്ലെയർ എന്നുള്ളത്. സിജോയും വന്നപ്പോൾ തൊട്ട് അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. പുള്ളിക്കാരന് പണ്ട് പറ്റുന്ന പോലെയൊക്കെ തന്നെ വൈബുകളൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ ഒരു ഡിബേറ്റ് ടാസ്ക് ഒക്കെ ഉണ്ട്. ആ ടാസ്കിലൊക്കെ പുള്ളിക്കാരൻ ഫയർ ടു ഫയർ ആയിട്ട് സംസാരിച്ചു. അതുപോലെ ജാസ്മിനും നന്നായിട്ട് വിട്ടുകൊടുക്കുന്നില്ല, നന്നായി സംസാരിക്കുന്നുണ്ട്. മാറിയിരുന്ന് ഗബ്രീന്റെ തോളിൽ കിടന്ന് കരയുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ആ ക്ലിപ്പിനകത്ത് ഭയങ്കര വിഷമമായിട്ട് ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലടാന്നൊക്കെ പറഞ്ഞ് കാവി കൂറി വിളിക്കുന്ന എന്തോ ഒരു സാധനം. ഇത് അഭിനയമാണോ റിയൽ ആണോ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ റോക്കി ചില സമയത്ത് ഭയങ്കരമായിട്ട് തൃശ്ശൂര് നിന്റെ ഫാദറിന്റെ വകയാണോ എന്നൊക്കെ ഇന്ന് രതീഷിനോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ പുള്ളിയെ ചോദിച്ചത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. ചുമ്മാ അങ്ങ് പ്രവോക്ക് ആവുക. പിന്നെ ഉള്ള ഒരാൾ ജിൻഡോ ആണ്. ജിൻഡോയെ ഒന്ന് തൊട്ട് കൊടുത്താൽ ജിൻഡോ കത്തിക്കയറും. അതുകൊണ്ട് ജിൻഡോയെ നന്നായിട്ട് ഇവർ ചൊറിയും. ഇങ്ങനെ ഓരോ ആളുകളും മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യുക, ബഹളം വെക്കുക, നമ്മൾ വലിയ എന്തോ ആണെന്ന് കാണിക്കുക. ഇതാണ് ബിഗ് ബോസ് സീസൺ 6 ഈ 3-4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാക്കി ടാസ്ക് ഉണ്ട്.
ബാക്കി ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്ന് എന്തായാലും കുറെ ആളുകൾ രതീഷ് ബ്രോയെ സപ്പോർട്ട് ചെയ്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുള്ളിക്കാരന് ഒരേ ഒരു രാജാവാകാൻ പോവാ. ഒരേ ഒരു രാജാവ് ജയിക്കത്തുള്ളൂ, ഒരേ ഒരു രാജാവ് ജയിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണല്ലോ ബിഗ് ബോസ് സീസൺ 6ന്റെയും സീസൺ 4ന്റെയും 5ന്റെ ഒക്കെ ഡോക്ടർ റോബിൻ പോയോണ്ട് ദിൽഷയ്ക്ക് കപ്പ് കിട്ടി. റോബിൻ ഉണ്ടായിരുന്നു, റോബിനെ കിട്ടത്തുള്ളായിരുന്നു. സീസൺ 2 കണ്ണി വളവ് തയ്ച്ചുകൊണ്ട് രജിത്കുമാർ പോയി. പിന്നെ കൊറോണ ആണെന്ന് അത് നിർത്തിയില്ലായിരുന്നു. രജിത്തുണ്ടായിരുന്നു, രജിത്തിനെ കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെ ആണ് മലയാളത്തിലെ ബിഗ് ബോസിന്റെ അവസ്ഥ. സാധാരണ നോർമലായിട്ട് ഇന്ന് എല്ലാ ടാസ്കും നന്നായിട്ട് കളിച്ച് എല്ലാ ടാസ്കിലും പോയിന്റ് കിട്ടി അത്യാവശ്യം കാര്യങ്ങൾ ഇടപെട്ട് നോർമലായിട്ട് പോകുന്ന ഒരാളെ മലയാളം ബിഗ് ബോസ് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടാസ്കിനും ഗെയിമിനും പ്രാധാന്യം കൊടുക്കാതെ വായിക്കും ബഹളത്തിലും അലർഞ്ഞും ഒക്കെ പ്രാധാന്യം കൊടുത്ത് അവരെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കും. കുറച്ചാൾ കഴിഞ്ഞിട്ട് അവരെ ഈ പൊക്കിയെടുത്തുകൊണ്ട് നടന്നവരെ തന്നെ വിമർശിക്കും. ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാനും പോകുന്നത്. എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ അഭിപ്രായം നിങ്ങളായി കമൻറ്റ് ചെയ്യുക. ഒരേ ഒരു രാജാവായിട്ട് രതീഷ് വരുമോ ഇല്ലെന്ന കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ചർച്ചയുമായിട്ട് വീണ്ടും കാണാം.